സത്യത്തിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. മാമ്പള്ളി തറവാട്ടിലെ അംഗമാണ് ഞാനും. വെറുതെ ആർക്കെങ്കിലും വേണ്ടി ചാരപ്പണി എടുക്കേണ്ട ആവശ്യം എനിക്കില്ല. നീ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, നീ അധികം കയറി കളിക്കല്ലേ. ചൂടാവല്ലേ സാറേ. ഞാൻ നിന്നോട് ആവശ്യപ്പെട്ട കാര്യത്തിന് യെസ് ഓർ നോ, ആ മറുപടി എനിക്ക് ആവശ്യമുള്ളൂ. നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ പെട്ടെന്ന് തെറ്റിപ്പിരിയേണ്ടവരല്ല സെയ്ദ് മുഹമ്മദേ നമ്മള്. ഇനിയും പല കാര്യത്തിനും നമ്മൾ തമ്മിൽ കാണേണ്ടി വരും. പിന്നെ നിങ്ങളെ സഹായിക്കുന്ന കാര്യം അത് ഞാൻ ഏറ്റു. എന്താ പോരെ? നീ വിഷമിക്കാണ്ടിരിക്കുക. കാര്യങ്ങളൊക്കെ എത്രയായ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാണ്ടിരിക്കാൻ പറ്റൂല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും. ആശങ്കയ്ക്ക് അറിയാനിട്ടാ എല്ലാം കൈവിട്ടു പോകുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുക്കാൻ വേണ്ടി മാത്രമാണോ നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായത്? ഒരു കാര്യം ഞാൻ പറയാം, ഒന്നിച്ച് ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. അതെങ്ങനെ? സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ആശങ്ക സംസാരിക്കുന്നത്. എല്ലാം മനസ്സിലായിക്കൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിട്ടിരുന്നില്ലേ? അത് തടയാൻ നമ്മൾ ഒരുമിച്ചല്ലേ തീരുമാനം എടുത്തിരുന്നത്? നീ ഒന്ന് ധൈര്യമായിട്ട് ഇരിക്കേണ്ട ആതിര. ഇല്ല ആശങ്ക, അങ്ങനെയുള്ള ധൈര്യമൊന്നും എനിക്കിപ്പില്ല. ആതിര, നിനക്ക് ഇഷ്ടമല്ലെന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് പറഞ്ഞാൽ ആർക്കും നിന്നെ സെയ്ദ് മുഹമ്മദിന്റെ കയ്യിൽ ഏൽപ്പിക്കാനൊന്നും പറ്റൂല. അത് ശരിയായിരിക്കാം. എന്റെ കുടുംബത്തെ തകർത്തുകൊണ്ട് എങ്ങനെ ആശങ്ക ഞാനൊരു തീരുമാനം എടുക്കാം? സെയ്ദ് മുഹമ്മദുമായിട്ടുള്ള വിവാഹത്തിന് എന്തായാലും നിന്റെ വാപ്പ കോയക്കൊക്കെ ഇഷ്ടമല്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടണേ? നിനക്ക് വേണ്ടി മാമ്പള്ളിയിലെ കാര്യസ്ഥപ്പണി അവസാനിപ്പിക്കാൻ വേണ്ടി കോയക്ക തയ്യാറായതാ. ഞാനാ പറഞ്ഞേ അത് പാടില്ല. ഇപ്പൊ ചിന്തിക്കുമ്പോ അത് തന്നെയാ നല്ലതെന്ന് എനിക്കിപ്പോ തോന്നുന്നു. നിങ്ങളുടെ ഉമ്മയുടെ വാക്ക് ധിക്കരിക്കാനൊന്നും എന്റെ വാപ്പയ്ക്ക് പറ്റില്ല. സ്വന്തം ജീവൻ പറിച്ചു കൊടുക്കാൻ പറഞ്ഞാലും എന്റെ വാപ്പ അത് ചെയ്യും. എനിക്കറിയാ. നിങ്ങൾക്കറിയോ, എന്നെ ആ സെയ്ദ് മുഹമ്മദിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കത്തിയും പണിയേപ്പിച്ച് നടക്ക എന്റെ വാപ്പ. കത്തിയോ? എന്തിന്? കൊല്ലാൻ. സെയ്ദ് മുഹമ്മദ് ഇല്ലാതായ എനിക്കെതിരെ ആ ശല്യം ഉണ്ടാവില്ല എന്നാണല്ലോ വാപ്പ പറയണത്. കോയക്ക ഇതൊക്കെ നിന്നോട് നേരിട്ട് പറഞ്ഞോ? എന്നോട് പറഞ്ഞിട്ടില്ല, ഉമ്മയോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ഉമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിന്നെന്തിനാ കുറ്റപ്പെടുത്തുന്നത്? നീ ഇതിനൊന്നും കാരണക്കാരില്ലല്ലോ. ആണല്ലോ ആശങ്ക. എല്ലാവരുടെയും മുമ്പിൽ ഈ കല്യാണത്തിനെതിരെ നിൽക്കുന്ന ഞാനല്ലേ? അപ്പൊ അവര് കുറ്റക്കാരിയെ കാണുന്ന എന്നെ തന്നെയല്ലേ? ഇല്ല ആതിര, എല്ലാവർക്കും കുറ്റപ്പെടുത്താനും മനസ്സ് വേദനിപ്പിക്കാനും നിന്നാർക്കും ഞാൻ വിട്ടുകൊടുക്കൂല. ആശങ്ക, ഇതൊക്കെ പ്രണയിക്കുന്ന പെണ്ണിനോട് പറയാൻ പറ്റും. ഒന്ന് ചിന്തിച്ച, ഇത്രയും കാലം പോറ്റി വളർത്തിയ എന്റെ ബാപ്പയും ഉമ്മയും മറന്ന് മറ്റൊരു തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? അപ്പൊ നീ? നിങ്ങളുടെ ഉമ്മയുടെ വാശിയല്ല എല്ലാത്തിനും കാരണം. അതിനർത്ഥം എന്താ? നമ്മുടെ ബന്ധത്തെ പറ്റി ആമിനാബി അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെയുള്ള ഒരേ ഒരു വഴി സെയ്ദ് മുഹമ്മദിന് എന്നെ പിടിച്ചേൽപ്പിക്കാൻ മാത്രം.
നീ വിചാരിക്കണ പോലെയൊന്നും അല്ല. ഇതിനൊക്കെ മറ്റെന്തൊക്കെ കാരണങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ എൻ്റെ ഉമ്മ ഇതിനൊക്കെ കൂട്ടുക്കെന്ന് എനിക്ക് തോന്നണില്ല. എനിക്ക് എന്റെ വാപ്പയെ രക്ഷിച്ചേ തീരൂ. എന്റെ സുഖത്തിനു വേണ്ടി വാപ്പയെ കൊലപാതകയാക്കി ജയിലിലേക്ക് അയക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിരാ, അങ്ങനൊന്നും സംഭവിക്കൂല. കോയക്കനോട് ഞാൻ സംസാരിക്കാം. ഞാൻ പറഞ്ഞാൽ കോയക്ക കേൾക്കും. അതെനിക്ക് ഉറപ്പാ. ബാപ്പയുടെ നിസ്സഹായത നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. ഒരാൾ വിചാരിച്ചാൽ മാത്രമേ എല്ലാവരും രക്ഷപ്പെടൂ. ആര്? നിങ്ങളുടെ ഉമ്മ, മാമ്പള്ളിയിലെ ആമിന ബീവി. ഉമ്മയുടെ തീരുമാനം തിരുത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്റെ മുന്നിൽ ഒരു മാർഗേ ഉള്ളൂ. സെയ്ദ് മുഹമ്മദിന് മുന്നിൽ തലകുനിച്ചു കൊടുക്കുക. ഗഫൂറേ, ഇവിടെ ആരുമില്ല. എല്ലാരും ഉറങ്ങിയെന്നാ തോന്നുന്നേ. നീ ഇറങ്ങ്. എത്ര ചേട്ടാ? അതെ ഗഫൂറേ, തൽക്കാലം ഇതൊന്നും ആരും അറിയണ്ട. നീ വാ, നടക്ക്. ഇമാതിരി പണിക്ക് മേലാ ഞാനില്ല. എനിക്ക് സ്വത്തും വേണ്ട, പണവും വേണ്ട. ജീവൻ ബാക്കിയുണ്ടെങ്കിൽ എറന്നങ്ങ് ജീവിക്കാലോ. ഈ ഒന്നും മിണ്ടാണ്ടിക്ക് ഗഫൂറേ. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചല്ലോ. ചെറിയൊരു സൂചന കിട്ടിയില്ലെങ്കിൽ ഞാൻ 19ാമത്തെ അടവെടുക്കായിരുന്നു. അതിന് പോലും നേരം തരാണ്ടല്ലേ അക്കാലമാണന്മാര്. അങ്ങനല്ല എന്റെ ശരീരത്തിൽ കയറി മേഞ്ഞത്. അല്ല റഫീക്ക, നിങ്ങളെങ്ങനാ ഒരു പരിക്കും പറ്റാണ്ട് രക്ഷപ്പെട്ടത്? അതെങ്ങനെയാന്ന് പടച്ചോനും മാത്രമേ അറിയൂ. എന്തായാലും പറ്റേണ്ടത് പറ്റി. നമ്മൾ രണ്ടാളും അവിടെ കിടക്കേണ്ടി വന്നില്ലല്ലോ. എന്നാലും ഞാൻ ആലോചിക്കുക, എന്തിനു വേണ്ടിയാ ഓലിത് ചെയ്തതെന്ന്. അതെ, അതൊക്കെ നമുക്ക് നേരം വെളുത്തിട്ട് ചിന്തിക്കാം. എങ്ങനെയാ ഈ വീടിന്റെ അകത്തൊന്ന് കയറി പറ്റാന്നാ ഞാൻ ആലോചിക്കുന്നത്. നേരെ വയനാട്ടിലേക്ക് പോയാ മതിയേന്. ഞാൻ വയനാട്ടിലേക്ക് തന്നെ പോവുക. ഗഫൂറേ, നമ്മൾ വയനാട്ടിലല്ല, ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും അറിയേണ്ടവർ അറിയുന്ന ചെയ്യും. ആ, അതും നേരാ. എന്തായാലും ഗഫൂറേ, എന്താ സംഭവിച്ചെന്ന് ഇവിടെ ആരും അറിയാൻ പാടില്ല. അത് ഉറപ്പല്ലേ? ഇനി അതറിഞ്ഞിട്ട് വേണോ നിന്റെ ഇക്കയ്യും കൂടി തല്ലി പൊട്ടിക്കാൻ. നമ്മൾ എവിടേക്കാണ് പോയെന്നും എന്തിനാണ് പോയെന്നും ആമിന ബീവി എങ്ങനെ അറിഞ്ഞാ? ദേ, ഇവിടെ ഒരു പൊട്ടിത്തെറിനുണ്ടാവും. ചിലപ്പോ നമ്മൾ ഇവിടുന്ന് പുറത്താക്കാൻ മാത്രമല്ല, ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. കിട്ടിയത് കിട്ടി. ഇനി ഞാനായിട്ട് ആരോടൊന്നും പറയാനും പോകുന്നില്ല. എന്നാലും സെക്കീന ചോദിച്ചാ നീ എന്ത് പറയും? ഹോ, പറയും പോലെ അങ്ങനെ ഒരു മാർഗം കൂടി ഉണ്ടല്ലോ. ഓളനിപ്പോ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. അത് ആലോചിക്കുമ്പോ ഒന്നുമല്ല റഫീക്ക. ഗഫൂറെ, ആര് ചോദിച്ചാലും കോയമ്പത്തൂർ ഫുട്പാത്തിലൂടെ നടക്കുമ്പോ കാല് തെന്നി വീണത് മാത്രമേ പറയാവൂ. അത് പറഞ്ഞാ ഉടനെ ചോദിക്ക, നിങ്ങൾ കള്ളും കുടിച്ചാണോ നടന്നതെന്നാ. ഏയ്, എങ്ങനെയെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അതെ, ഞാൻ കൂടെയുള്ളതുകൊണ്ട് സക്കീനക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങക്ക് പറയാ. ഞാൻ അനുഭവിക്കേണ്ടത് ഞാൻ തന്നെ അനുഭവിക്കണമെന്ന് നിന്റെ തലയിൽ ആരോ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റൂല. ഏയ്, എല്ലാവർക്കും ഉണ്ട് ഗഫൂറെ ഓരോരുത്തരുടെ വിധി. എന്ന് വെച്ച് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതെ, അത് ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ കൂലി അപ്പപ്പ തന്നെ കിട്ടുകയും ചെയ്യുന്നുണ്ടല്ലോ. അതാണല്ലോ കാണുന്നത്. എന്തായാലും ഈ വാ ഗഫൂറെ.
നിങ്ങളീ വാന്നും പറഞ്ഞിങ്ങോട്ടെ എങ്ങോട്ടാണ് മനുഷ്യനെങ്ങനെ വലിച്ചു കൊണ്ടുവന്നത്? അതെ, ഞാനൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? ഞാൻ സീനത്തിനെ വിളിച്ച് വാതിൽ തുറക്കാൻ പറയാം. എന്നിട്ട് ഇപ്പൊ തന്നെ ആമിന ബീവിനെ വിളിച്ച് അറിയിക്കാനും പറയും. അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങള് വിളിക്കേ. എന്റെ ഒരു കൈ ഇക്കോലത്തിലായി, ഇനി മറ്റേ കൈ അങ്ങ് പോവുകയാണെ പോട്ടെ. എന്നും മിണ്ടാതിരിക്കും. ഫോൺ എടുക്കുന്നില്ലല്ലോ. നല്ല ഉറക്കാന്നാ തോന്നുന്നത്. സീനത്ത് ഞാനാ. ഞങ്ങൾ എത്തി. നീ വാതിൽ തുറക്ക്. ഞങ്ങൾ വന്ന ഇവര് ഉമ്മ അറിയണ്ട. നേരെ ഇത്ര ആയില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. നീ ആരും കാണാതെ വാതിൽ തുറക്ക്. അവള് വാല് തുറക്കുമ്പോ നീ പെട്ടെന്ന് അകത്തേക്ക് കയറി പൊക്കോളണം. അവള് ചോദിച്ചാ സമാധാനം ഞാൻ പറഞ്ഞോളാം. ഇന്ന് ഓഫീസ് പോണ്ട ഭാവമൊന്നുമില്ലെന്നാ തോന്നുന്നത്. റഫീക്ക നേരം കൊറേയായി, ഇന്ന് ഓഫീസ് പോണ്ടേ? ഇല്ല, വല്ലാത്ത ക്ഷീണം, ഇന്നിനി പോണില്ല. കോയമ്പത്തൂരിൽ ആശുപത്രിയിൽ പോയത് രോഗിയെ കാണാനായിരുന്നോ അതോ ചികിത്സക്കായിരുന്നോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞ? അല്ല, കൂടെ വന്ന ഗഫൂർ കൈയൊക്കെ കുത്തിക്കെട്ടിയാണല്ലോ തിരിച്ചു വന്നത്. ഓ, അതൊന്നും പറയണ്ട. ഓൻ കോയമ്പത്തൂർ ആദ്യമായിട്ട് പോവല്ലേ. ഓരോരോ കാഴ്ച കണ്ട് ഫുട്പാത്തിലൂടെ നടന്നപ്പോ കാല് തെറ്റൊന്ന് വീണതാ. സെക്കിൻ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. ഓള് പറയുന്നത് ഓനെന്തോ കുരുത്തക്കട ഒപ്പിച്ചിട്ട് ആൾക്കാർ കൈ തല്ലി ഒടിച്ചിരിക്കുന്നെന്നാ. അല്ല, ഓൻ ഈ മൊബൈലില് ഫോട്ടോ പിടിക്കുന്നൊരു ശീലണ്ടല്ലോ. ഇതൊന്നുമല്ല, ഓൻ കാല് തെറ്റി ഒന്ന് വീണതാ. ആർക്കറിയാം ഏതാ സത്യന്ന്? ഈ വിവരം നിന്റെ ഉമ്മ അറിഞ്ഞോ? അത് പിന്നെ അറിയാതിരിക്കോ? ഒരീച്ച പറഞ്ഞാ പോലും ഉമ്മ അറിയില്ലേ? പിന്നെയാണോ ഇത്? ചിലപ്പോ എങ്ങനാ പരിക്ക് പറ്റിയെന്ന് പോലും ഉമ്മ അറിഞ്ഞിട്ടുണ്ടാവും. എന്താ റഫീക്ക, എന്താ നിങ്ങളെ മുഖം വല്ലാണ്ടായത്? ഒന്നുമില്ല. അല്ല, നിന്റെ ഉമ്മ അറിഞ്ഞ എന്താ വിചാരിക്കാന്ന് എഴുതിട്ടാ. അങ്ങനെയാണെങ്കിലേ ഇന്ന് ഓഫീസിൽ പോകുന്ന തന്നെ നല്ലത്. എന്റെ തോർത്ത് ഇവിടെ സീനത്തെ. റഫീഖേ, നീ എവിടെ പോവാനാ ഒരുങ്ങുന്നത്? അല്ലമ്മ, ഞാൻ ഓഫീസിലേക്ക്. ഓ, കുറച്ചു ദിവസം ലീവ് ആയതുകൊണ്ട് അവിടെ കുറെ പണി ഉണ്ടാവും അല്ലേ? അതെ അതെ, ഒരുപാട് പണിയുണ്ടാവും. മാത്രമല്ല സിറ്റിയിലെ താലൂക്ക് ഓഫീസ് അതുകൊണ്ട് വലിയ പണിയാ. എങ്കിൽ പോവാൻ വരട്ടെ. എന്തോ ഉമ്മ? ഞമ്മക്ക് എന്നോടല്ല ഓനോടാ സംസാരിക്കാനുള്ളത്. അല്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഉം, ഞാൻ ഓഫീസ് വിട്ട് വന്നിട്ട് ഉമ്മയുടെ അടുത്തേക്ക് വരാം, എന്നിട്ട് സംസാരിച്ചാ പോരെ? റഫീഖേ, നമുക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കുറച്ചു ദിവസമായി ഈയും ഗഫൂറും കൂടി എങ്ങോട്ടാ പോയിന്? കോയമ്പത്തൂർക്ക്. എന്തിന്? അത് പിന്നെ എൻ്റെ ഒരു ബന്ധു അവിടെ ഉണ്ടായിരുന്നു, ഒന്ന് കാണാൻ പോയതാ. എന്നിട്ട് ബന്ധുവിനെ കണ്ടോ? എന്താ ഉത്തരം പറയാത്ത? ബന്ധുവിനെ കണ്ടോന്ന്? കണ്ടു. ആശുപത്രിയിൽ പോയി വന്നതിന്റെ സമ്മാനമായി കിട്ടിയതായിരിക്കും അല്ലേ ഗഫൂറിന്റെ ആ ദേഹത്തെ പരിക്ക്? അതൊന്നും നടക്കുമ്പോ കാല് തെറ്റി വീണതോ ഉമ്മ? അതിന് ഈ കണ്ടോ? ഇല്ലല്ലോ. കാല് തെറ്റി വീണ് പരിക്ക് പറ്റിയത് തന്നെയാ. ആയിക്കോട്ടെ റഫീഖേ, ഈ ഇടയായി ഇവിടെ പലർക്കും കാല് തെറ്റുന്നുണ്ട്. അടി തെറ്റിയ ആനയും വീണും റഫീഖേ. ഉമ്മ എന്തൊക്കെയായി പറയുന്നത്? അത് എനക്ക് മനസ്സിലാവൂല സീനത്തെ. ഞമ്മൾ എന്താ പറയുന്നത് ഓന് മനസ്സിലാവും.
എന്തോ മനസ്സിൽ വെച്ചാണല്ലോ ഉമ്മ സംസാരിക്കുന്നത്. ഇനിയിപ്പോ ഞങ്ങൾ എങ്ങോട്ടാ പോയെന്നെങ്ങാനും ഉമ്മ അറിഞ്ഞിട്ടുണ്ടാവോ? ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാ ഇങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരും. അതോർത്താ ഇവിടെ എല്ലാവർക്കും നല്ലത്. അല്ല റഫീക്ക, എന്താ അപ്പൊ ഉമ്മ പറഞ്ഞതിന്റെ അർത്ഥം? ആ എനിക്കൊന്നും പിടികിട്ടിട്ടില്ല. ഉമ്മ വല്ലാതെ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കും. എനിക്കിപ്പോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നു. ഇനി നീയും തുടങ്ങിക്കോ എൻ്റെ ഉമ്മാനെ പോലെ. ഞാനിന്ന് വേഗം കുളിച്ച് റെഡിയാവട്ടെ. വെറുതെ ലീവ് കൊണ്ടേ കളണ്ടല്ലോ. ആഷിമേ, നഫീസത്ത് അപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ആമിന ബേബി ഒന്ന് കാണേനു. എന്താ നഫീസത്ത? മോൻ്റെ ഉമ്മയെ കണ്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാ വന്നത്. അല്ല, അതിപ്പോ ഉമ്മ എന്തൊക്കെ തിരക്കില്ലേനോ? വിരോധമില്ലെങ്കിൽ എന്നോട് പറയാ. അനക്കറിയാവുന്നില്ലേ വീട്ടിലെ കാര്യങ്ങൾ ഹാഷിമേ. എന്ത് കാര്യം നഫീസത്ത? ആതിരയുടെ കല്യാണക്കാര്യം തന്നെ. എന്തിനാ നഫീസത്ത നിങ്ങളിങ്ങനെ ധൃതി പിടിച്ചോളെ കല്യാണക്കാരെ ഉറപ്പിക്കുന്നേ? അതിന് മാത്രം പ്രായമൊന്നും അവൾക്ക് ആയിട്ടില്ലല്ലോ. പക്ഷെങ്കിൽ സെയ്തു മുഹമ്മദ് ഇങ്ങനെ ധൃതി കൂട്ടുമ്പോ ഞങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? ആദർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ ഇത്? അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? മോനെ, ഇന്ന് വരെ മാമളിൽ ആമിന ബി പറഞ്ഞ ഒരു കാര്യത്തിനും നമ്മളെതിരെ നിന്നിട്ടില്ല. കഴിഞ്ഞ ഒന്നും മറന്ന് ജീവിക്കുന്നവരല്ല നമ്മളെന്ന് മോൻ അറിയാവുന്നല്ലേ? അതൊക്കെ എനിക്കറിയാ. അതിന്റെ പേരിൽ ആദർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ എന്തിനാ അവളെ നിർബന്ധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നന്ദികേട് കാണിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അതല്ല നഫീസത്ത, ഇതിലെന്തോ വേറൊരു കാര്യമുണ്ട്. എന്താ ആ സേതുമോദ് അവിടെ വന്ന വല്ല ഭീഷണിയും മുഴക്കിയോ? അങ്ങനെയൊന്നുമില്ല. സേതുമോദി ഇടക്കൊക്കെ അവിടെ വരാറുണ്ടെന്നുള്ള നേരാ. കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണമെന്ന് ഞങ്ങളെ നിർബന്ധിക്കാറുണ്ട്. സേതു മുഹമ്മദിന്റെ സ്വഭാവം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കുന്ന സ്വഭാവക്കാരനല്ല സേത്. എന്നാലും ഇത് നടന്നേ പറ്റൂ. ആമിന ബേബി നേരിട്ട് ആദിലോട് സംസാരിച്ച അവളിതിന് സമ്മതിക്കും. അക്കാര്യം ആമിന ബേബിയോട് പറയാനാ ഞാനിങ്ങോട്ട് വന്നത്. എന്താ നഫീസത്ത, നിങ്ങൾക്ക് അവനെ പേടിയുണ്ടാ? നിങ്ങളെ വാക്കിൽ നിന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് പേടി സെയ്ദ് മുഹമ്മദിനെ അല്ല.